നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അർജുൻ എന്താ അവൻ്റെ പേര് ആയങ്കി അവരാണോ പാർട്ടി? അവനാണ് പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവര് പാർട്ടിയല്ല എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ? അവന് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് അറിയില്ലേ? പിന്നിൽ നിന്ന് കുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനാണ് പാർട്ടിക്കാരൻ, ഞാൻ പാർട്ടിക്ക് വേണ്ടി വല്ല കഷ്ടപ്പാടുകൾ ചെയ്യുന്നതുകൊണ്ട് ഈ അർജുനാക്കി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് ഈ ചർച്ചയ്ക്ക് വഴി. അല്ല, ഇപ്പൊ നാളെ നിങ്ങൾ വന്നിട്ട് ഞാനാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്താവും? നിങ്ങൾ വന്നിട്ട് പറയുന്നത് പത്രക്കാലം ഞങ്ങളാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഞങ്ങൾ എന്താ ചെയ്യുക? അത്രയും നിങ്ങൾ കണക്കാക്കണ്ടു. വലിയ രീതിയിലുള്ള ഇടത് സഹയാത്രികരൊക്കെ ചെറുപ്പക്കാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. തെറ്റായ ധാരണകളാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ. അതൊരു പ്ലാൻ വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ. നിങ്ങൾക്കൊക്കെ അറിയാതെ ഈ ലൈക്ക് ചെയ്യുക, അതിന് പബ്ലിസിറ്റി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് കൊടുക്കുക, ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിലൂടെ ഒരുപാട് ആളുകളെയൊക്കെ വന്ന് ഇത് ലക്ഷങ്ങളുടെ കണക്കൊക്കെ പറയും. ഇതൊന്നുമില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ രംഗത്തുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് അറിയാത്തവരാണോ കേരളത്തിലെ മലയാളികൾ? ഞങ്ങളെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾ എന്താണ് എന്ന് ഞങ്ങളെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് ഇങ്ങനെയൊന്നും നടത്തിയാലൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിലെ അർജുനായിക്ക് അനുകൂലികൾ സിപിഎമ്മുകാരല്ല. അർജുനായിക്ക് അനുകൂലികൾ സോഷ്യൽ മീഡിയയിലെ അർജുനായിക്ക് ഒരിക്കലും ആകാൻ സാധ്യതയില്ല. ഒരിക്കലും ആകാൻ സാധ്യതയില്ല. ഈ അറസ്റ്റ് എന്ന് പറയുന്നതൊക്കെ വലിയ ഇത് നിങ്ങൾ മാധ്യമക്കാരിങ്ങനെ പടലെടുത്ത് കൊടുത്ത് എന്തോ ഒരു അസാമാന്യമാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എന്തിനാ പോലീസിൽ ഇത്ര? കേരള പോലീസിന് അത് കഴിയും. അവരെ ഇൻവെസ്റ്റിഗേഷനും അവരുടെ സൈബർ വിങ്ങൊക്കെ വളരെ പവർഫുള്ളായിരുന്നു കേരളത്തിൽ മുൻപ്. ഇനിയിപ്പോൾ അതെല്ലാം തകർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കും, എല്ലാ വശങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ക്രിമിനലുകളെ എല്ലാം അറസ്റ്റ് ചെയ്ത് പൂട്ടത്തിനൊക്കെ പൂട്ടട്ടെ, എപ്പോൾ പറയാം?